നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം വരുമ്പോൾ എം സ്വരാജിനെ 11,000-ൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചിരിക്കുകയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എം സ്വരാജിൻ്റെ പ്രസ്താവന തന്നെയാണ്. അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിന് വിജയം ആശംസിച്ചതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിലെ പരാജയം പരിപൂർണമായി അംഗീകരിക്കുകയാണ്. അത് ഒരു നല്ല മാന്യതയാണ് എന്ന് പറയേണ്ടി വരും. കാരണം തൃപ്പൂണിത്തറയിലെ പരാജയം അദ്ദേഹം അംഗീകരിക്കാൻ ശ്രമിക്കാതെ നിയമ നടപടികൾക്ക് വേണ്ടി പോയത് വലിയ രീതിയിൽ അദ്ദേഹത്തിനെ വ്യക്തിപരമായി ഏറെ അപമാനിക്കപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. സ്വരാജിനെ കുറിച്ച് പണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് കുട്ടിക്കുരങ്ങനെ പോലെ സ്ഥിരതയില്ലാത്ത പ്രസ്താവനയാണ് സ്വരാജ് നടത്തുന്നത് എന്നൊക്കെയാണ്. ഏതായാലും ഇന്നത്തെ പ്രതികരണം ഒരു മാന്യമായ പ്രതികരണമായി തന്നെയാണ് എല്ലാവരും കണക്കാക്കിയിരിക്കുന്നത്. മറ്റു ഒരു വിഷയം കൂടി എടുത്തു പറയേണ്ടത് സ്വരാജ് CPIM നേതൃത്വവുമായി അതൃപ്തിയിലാണ്. പ്രത്യേകിച്ചും MV ഗോവിന്ദൻ്റെ പ്രസ്താവന വലിയ തോതിൽ CPIM-നെ നെഗറ്റീവായി അത് ബാധിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് പല ഫേസ്ബുക്ക് പോസ്റ്റുകളും വന്നിരിക്കുന്നത്. നന്ദിയുണ്ട് ഭാഷ എന്നൊക്കെ പറഞ്ഞ് റെഡ് ആർമിയും അതുപോലെ തന്നെ പല ഇടതുപക്ഷ സംഘടനകളും MV ഗോവിന്ദനെ കയറി ട്രോളിയിരിക്കുകയാണ്. നമുക്കറിയാം BJP-യുമായുള്ള ബാന്ധവത്തെക്കുറിച്ചും RSS-യുമായുള്ള ബന്ധത്തെക്കുറിച്ചും അത് അടിയന്തരാവസ്ഥ കാലത്തെ RSS ബന്ധത്തെക്കുറിച്ചൊക്കെ MV ഗോവിന്ദൻ പ്രസ്താവന ഇറക്കിയത് വലിയ തോതിൽ CPIM-ന് ദോഷമായി കഴിഞ്ഞിരിക്കുന്നു. മൈക്ക് കിട്ടിയാൽ വായിൽ വരുന്നത് എല്ലാം വിളിച്ച് പറയരുത്. പഴയൊരു ചൊല്ലുണ്ട്, വായിൽ വരുന്ന കോതയ്ക്ക് പാട്ട്. ആ രീതിയിലാണ് MV ഗോവിന്ദൻ്റെ വില കുറഞ്ഞ പ്രസ്താവന എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറഞ്ഞത്. അത് അച്ചട്ടാകുകയാണ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം സ്വരാജ് കുറച്ചുകൂടി വോട്ട് പിടിക്കും എന്നായിരുന്നു കരുതിയത് എന്നാണ് PV അൻവർ പറഞ്ഞിരുന്നത്. സ്വരാജ് 2011 അന്നത്തെ CPIM-ന്റെ സ്ഥാനാർത്ഥിയായ ശ്രീരാമകൃഷ്ണൻ പിടിച്ച വോട്ട് പോലും പിടിച്ചില്ല. 69,000 വോട്ടായിരുന്നു അന്ന് ശ്രീരാമകൃഷ്ണൻ പിടിച്ചത്. അന്ന് ആര്യാടൻ മുഹമ്മദ് ജയിച്ചത് വെറും 5,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. എന്നാൽ ഷൗക്കത്ത് ആ ഭൂരിപക്ഷം ഇരട്ടിച്ചു. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡീലിമിറ്റേഷൻ നടപടികളെല്ലാം കഴിഞ്ഞ് UDF-ന് സ്വാധീനമുള്ള 2 പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ അവിടെ എടുത്തു നോക്കുകയാണെങ്കിൽ UDF-ന് വലിയ ആധിപത്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്ന വോട്ടുകൾ ഇത്തവണ കിട്ടിയിട്ടില്ല. അതായത് PV അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ച് 20,000-ൽ വോട്ട് നേടിയെടുത്തതും ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും പിണറായിക്കെതിരെയുള്ള ഒരു പോരാട്ട വിജയമായി ഈ 11,000 വോട്ടിനോടൊപ്പം PV അൻവറിൻ്റെ 20,000 വോട്ട് കൂടി ചേർത്താൽ ഫലത്തിൽ 31,000 വോട്ടിൻ്റെ ഒരു വ്യക്തത അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് സ്വരാജിനെതിരെ ആര്യാടൻ ഷൗക്കത്ത് നേടിയത് 77,000 വോട്ടാണെങ്കിൽ PV അൻവറിൻ്റെ 20,000 കൂടി ചേർത്താൽ 97,000 വോട്ടാണ് വാസ്തവം നേടേണ്ടിയിരുന്നത്. അങ്ങനെ വന്നാൽ സ്വരാജിനെ ഏകദേശം 31,000 വോട്ടുകൾക്ക് തോൽപ്പിച്ചു എന്ന പ്രതീതിയായിരുന്നു നിലമ്പൂരിൽ സൃഷ്ടിക്കപ്പെടേണ്ടിയിരുന്നത് എന്നാണ് കൃത്യമായും പ്രതിപക്ഷ നേതാവായ VD സതീശൻ പറയുന്നത്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്വരാജ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. CPIM-ൽ തന്നെ പോലുള്ളവരെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യാനും പല രീതിയിലും CPIM-ൽ ആഭ്യന്തര കലഹമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അനേകമുണ്ട് എന്നുള്ള ഒരു അഭ്യൂഹം ഇപ്പോൾ ശക്തമാവുകയാണ്. CPIM-ൽ വൻ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്വരാജ് ഇനിയുള്ള നാളുകളിൽ എടുക്കുന്ന നിലപാടുകളും പ്രസക്തമാണ്. കാരണം CPIM-ന് സ്വരാജിനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് M സ്വരാജ്. അതുകൊണ്ട് സ്വരാജ് എടുക്കുന്ന നടപടിക്രമങ്ങൾ അങ്ങനെ വെറുതെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല.